أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മറ്റു സഹപ്രവർത്തകരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ വിജ്ഞാന സാഗരം നുകരുക എന്ന സതുദ്ദേശത്തോടു കൂടെ നമ്മൾ തുടങ്ങിവെച്ച ഹദീസ് പഠന ക്ലാസ് ഇന്ന് അതിൻ്റെ 40ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹാനായിരിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത്തായ ഗ്രന്ഥമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും അവിടുത്തെ തിരുവചനങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തായിരിക്കുന്ന ഈ ഗ്രന്ഥം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞത് നമുക്കറിയാം. വളരെയേറെ നമ്മൾ ദിനേന ദിനചര്യകളായിക്കൊണ്ട് ഉൾക്കൊള്ളേണ്ട ഒരുപാട് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായിയാണ് നാം എന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിത രീതികളിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന മഹത്തായിരിക്കുന്ന കലിമത്തു തൗഹീദിന്റെ വക്താക്കളായി മാറുകയുള്ളൂ. നമ്മൾ സാക്ഷിയാകണം പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ തിരുദൂതരാണെന്നുള്ളത്. അതിന് നമ്മൾ സാക്ഷിയായിരിക്കണം, നമ്മൾ സാക്ഷ്യം വഹിക്കണം. അങ്ങനെ സാക്ഷ്യം വഹിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വസ്ത്രധാരണ രീതികളിൽ, നമ്മുടെ ജീവിത രീതികളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമാതൃക ഉൾക്കൊള്ളുക തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ സാക്ഷിയാകുന്നുള്ളൂ. അതല്ലാതെ നമ്മൾ നാവുകൊണ്ട് വെറുതെ സാക്ഷി പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ സാക്ഷി നിന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ കലിമത്ത് തൗഹീദിൻ്റെ പൂർണ്ണരൂപം ഉൾക്കൊള്ളുന്നവരായി മാറുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ ആ മാതൃക പിൻപറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മൾ പഠിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിപ്പിച്ചുകൊണ്ട്
മറ്റുള്ളവരിലേക്ക് ഈ ദീനീ വിജ്ഞാനം എത്തിച്ചു കൊടുത്തുകൊണ്ടും അവരിലേക്കും നന്മയെ എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ പരലോക ജീവിതം നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിക്കാനും അത് അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അധ്യായം 189, പള്ളിയിലേക്ക് നടന്നു പോകുന്നതിൻ്റെ മഹത്വം. നമ്മൾ ഇന്നലെ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, ബാങ്കിനെ കുറിച്ച് പറഞ്ഞു, ഉളൂഇനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പള്ളിയിലേക്ക് നടന്നു പോകുന്നതിനെ കുറിച്ച് പറയുന്നതിൻ്റെ ബാബാണ്. നടന്നു പോകുന്നതിനെ കുറിച്ചൊക്കെയുള്ള മഹത്വങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. 1053 ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, പ്രഭാതത്തിലോ പ്രദോഷത്തിലോ പള്ളിയിലേക്ക് പോകുന്നവർക്ക് സ്വർഗത്തിൽ അല്ലാഹു സദ്യ ഒരുക്കി വെച്ചിരിക്കും. ബുഖാരി 2124 മുസ്ലിം 669 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സഹോദരങ്ങളെ, ചിന്തിക്കുക. പ്രഭാതത്തിലോ രാവിലെയോ വൈകുന്നേരമോ പള്ളിയിലേക്ക് ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു സദ്യ ഒരുക്കി വെച്ചിരിക്കുമെന്ന് അരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഭാവത്തിൽ വെച്ച് ശുദ്ധീകരിച്ച ശേഷം അല്ലാഹുവിൻ്റെ ഭവനത്തിലേക്ക്, സ്വഭവനത്തിലാണ്, സ്വന്തം ഭവനത്തിൽ വെച്ച് ശുദ്ധീകരിച്ച ശേഷം അല്ലാഹുവിൻ്റെ ഭവനത്തിലേക്ക് ആരെങ്കിലും ഫർദ് നിസ്കരിക്കാൻ പുറപ്പെട്ടാൽ അവൻ്റെ ചവിട്ടടികളിലൊന്ന് പാപങ്ങൾ അകറ്റുന്നതും മറ്റൊന്ന് സ്വർഗീയ പദവി ഉയർത്തുന്നതുമായിരിക്കും. എന്താ പറഞ്ഞത്? സ്വഭവനങ്ങളിൽ വെച്ച് അഥവാ സ്വന്തം വീടുകളിൽ വെച്ച് ശുദ്ധീകരിച്ച ശേഷം ഒന്നോ എടുത്ത ശേഷം അല്ലാഹുവിൻ്റെ ഭവനത്തിലേക്ക് ആരെങ്കിലും ഫർദ് നിസ്കരിക്കാൻ പുറപ്പെട്ടാൽ അവൻ്റെ ചവിട്ടടികളിലൊന്ന് പാപങ്ങളെ അകറ്റുന്നതും മറ്റൊന്ന് സ്വർഗീയ പദവി ഉയർത്തുന്നതുമായിരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. മുസ്ലിം 666 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉബയ്യ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു അൻസാരിയോട് പള്ളിയിൽ നിന്ന് അത്ര അകലെ താമസിക്കുന്ന മറ്റൊരാളെയും എനിക്കറിയില്ല. ഒരു അൻസാരിയോട് പള്ളിയിൽ നിന്ന് അത്ര അകലെ താമസിക്കുന്ന മറ്റൊരാളെയും എനിക്കറിയില്ല. അൻസാരിയെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു നിസ്കാരവും ജമാഅത്ത് നഷ്ടപ്പെട്ടിരുന്നില്ല. ഒരാൾ ചോദിച്ചു, കൂരിരുട്ടിലും അത്യുഷ്ണത്തിലും സവാരി ചെയ്യാൻ നിങ്ങൾ ഒരു കഴുതയെ വാങ്ങിക്കൂടെ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭവനം പള്ളിയുടെ സമീപത്താകുന്നത് എനിക്കിഷ്ടമല്ല. കാരണം പള്ളിയിലേക്കുള്ള നടത്തവും പള്ളിയിൽ നിന്ന് കുടുംബത്തിലേക്കുള്ള മടക്കവും എനിക്ക് ധാരാളം നന്മകൾ നേടിത്തരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു നിനക്ക് അതെല്ലാം സംഘടിപ്പിച്ചു തന്നിരിക്കുന്നു. മുസ്ലിം 663 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, പള്ളിയുടെ സമീപ സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ബനൂ സലമ ഗോത്രക്കാർ അവിടേക്ക് താമസം മാറ്റാൻ ഉദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ പള്ളിയുടെ പരിസരത്തേക്ക് താമസം മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കേട്ടല്ലോ. അവർ പറഞ്ഞു, അതെ അല്ലാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനൂ സലമ, വീടുകൾ ദൂരെയായത് കാരണം നിങ്ങൾ ധാരാളം ചവിട്ടടികൾ പ്രതിഫലമായി രേഖപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് ഇങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ താമസം മാറ്റാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാതായി എന്നു ബനൂ സലമക്കാർ പറഞ്ഞു. ബുഖാരി 2117 മുസ്ലിം 665 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിൽ കൂടുതൽ പ്രതിഫലത്തിന് അർഹർ അതിന് കൂടുതൽ ദൂരം നടന്നു വരുന്നവനാണ്. ഇമാമിനോടൊന്നിച്ച് നിസ്കരിക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്നവനാണ്. നിസ്കാരം ഒറ്റയ്ക്ക് നിർവഹിച്ച് ഉറങ്ങുന്നവനേക്കാൾ കൂടുതൽ പ്രതിഫലമുള്ളത്. ബുഖാരി 2114 മുസ്ലിം 662 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബുറൈദ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ജമാഅത്തായി നിസ്കരിക്കാൻ കൂരിരുട്ടിൽ പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് അന്ത്യദിനത്തിൽ പൂർണ്ണപ്രഭയുണ്ടാകുമെന്ന് സുവിശേഷം അറിയിക്കുക. അബൂദാവൂദ് 561 തിർമിദി 223 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടില്ലേ, ജമാഅത്തായി നിസ്കരിക്കുന്നതിനുള്ള പ്രതിഫലം, പള്ളിയിലേക്ക് നടന്നു പോകുന്നതിനുള്ള പ്രതിഫലം. അതുകൊണ്ട് സഹോദരങ്ങളെ, യാതൊരു കാരണവശാലും നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ റൂമിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ടോ കിടന്നുറങ്ങാൻ ശ്രമിക്കാതെ പള്ളിയിലെ ജമാഅത്തുകളിൽ പങ്കെടുത്തുകൊണ്ട് ആ പുണ്യം കരസ്ഥമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം സഹോദരങ്ങളെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, പാപങ്ങൾ മായ്ക്കപ്പെടുകയും പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, അതെ, അങ്ങ് അറിയിച്ചു തന്നാലും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശൈത്യം കാരണമായും മറ്റും താല്പര്യമില്ലാത്ത അവസ്ഥയിൽ ഉളൂ ചെയ്യലും, പള്ളിയിലേക്ക് ദീർഘദൂരം നടന്നു പോവലും, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കലുമാണത്. പടക്കളത്തിലേക്കുള്ള ശത്രുവിന്റെ വരവ് കാത്തിരിക്കുന്നതിന് തുല്യമായ കർമ്മമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം പറഞ്ഞു. മുസ്ലിം 251 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും പതിവായി പള്ളികളിൽ പോകുന്നത് കണ്ടാൽ അവന് ഈമാനുണ്ടെന്നുള്ളതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. കാരണം അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവർ മാത്രമേ അല്ലാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കുകയുള്ളൂ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. തുർമിദി 30,3092 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 190 നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതിന്റെ മഹത്വം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരം തടഞ്ഞു നിർത്തുന്ന കാലമത്രയും ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നതിനാൽ എങ്ങോട്ടെങ്കിലും പോകാനോ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ വ്യാപൃതനാവാനോ കഴിയാതിരിക്കുന്ന സമയം അവൻ നിസ്കാരത്തിലാണ്. നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കും. സ്വകുടുംബത്തിലേക്കുള്ള മടക്കത്തിന് നിസ്കാരമല്ലാതൊന്നും അവനെ തടയുന്നില്ല. ബുഖാരി 2:119, മുസ്ലിം 1:460 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ച മുസല്ലയിൽ തന്നെ ഉളൂവോട് കൂടി ഇരിക്കുന്ന കാലമത്രയും മലക്കുകൾ നിങ്ങൾക്ക് പാപമോചനത്തിനും കാരുണ്യത്തിനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ബുഖാരി 2:119 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രി വരെ ഇശാ നിസ്കാരം താമസിപ്പിച്ചു. നിസ്കാരാനന്തരം ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ജനങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഉറക്കമായിരിക്കുന്നു. നിങ്ങളാവട്ടെ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും സമയം ഫലത്തിൽ നിങ്ങൾ നിസ്കാരത്തിൽ തന്നെയായിരുന്നു. ബുഖാരി 2:124 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 191 ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ മഹത്വം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംഘമായി നിസ്കരിക്കുന്നത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പുണ്യം കൂടുതലുണ്ട്. ബുഖാരി 2:109, 110, മുസ്ലിം 650 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷൻ ജമാഅത്തായി നിസ്കാരം നിർവഹിച്ചാൽ സ്വന്തം വീട്ടിലോ അങ്ങാടിയിലോ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി പ്രതിഫലം കൂടുതൽ ലഭിക്കും. കാരണം അവൻ നല്ല രീതിയിൽ ഉളൂ ചെയ്ത് പള്ളിയിലേക്ക് പുറപ്പെടുന്നു. നിസ്കാരം മാത്രമാണ് അവനെ പുറത്തിറക്കിയിരിക്കുന്നത്. പള്ളിയിലേക്കുള്ള ഓരോ ചവിട്ടടിയും അവന്റെ പദവി ഉയർത്തുകയും പാപം നീക്കുകയും ചെയ്യും. അങ്ങനെ പള്ളിയിലെത്തി നിസ്കാരം പ്രതീക്ഷിച്ച് ഉളൂവോടുകൂടി മുസല്ലയിൽ ഇരിക്കുന്ന സമയമത്രയും മലക്കുകൾ അവന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, അല്ലാഹുവേ, ഇവനെ നീ അനുഗ്രഹിക്കണമേ, ഇവനോട് നീ കാരുണ്യം കാണിക്കണമേ. നിസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമത്രയും ഫലത്തിൽ അവൻ നിസ്കാരത്തിലാണ്. ബുഖാരി 2:112, 114, മുസ്ലിം 649 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം ഒരു അന്ധൻ വന്നു പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ,
എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു സഹായമില്ല, അതിനാൽ സ്വന്തം ഭവനത്തിൽ വെച്ച് നിസ്കരിക്കാൻ എനിക്ക് ഇളവ് അനുവദിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചു കൊടുത്തു. യാത്ര പറഞ്ഞു പിരിഞ്ഞതേയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു ചോദിച്ചു, നീ ബാങ്ക് വിളി കേൾക്കാറുണ്ടോ? അദ്ദേഹം അതേ എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ നീ അതിനുത്തരം ചെയ്യണമെന്ന് പറഞ്ഞു. മുസ്ലിം 653 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അഥവാ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, വന്യമൃഗങ്ങളും ക്ഷുദ്രജന്തുക്കളും അധികമുള്ള സ്ഥലമാണ് മദീന, അതിനാൽ സ്വന്തം വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ എനിക്ക് ഇളവ് അനുവദിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന വിളി താങ്കൾ കേൾക്കാറുണ്ടെങ്കിൽ ഇവിടെ വരണം. അബൂ ദാവൂദ് 553 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കാനും ജനങ്ങളോട് നിസ്കരിക്കാൻ കൽപ്പിക്കാനും നിർദ്ദേശിച്ച് അവർക്കൊരു ഇമാമിനെയും ഏൽപ്പിച്ചു കൊടുത്ത ശേഷം കുറച്ച് വിറകു ശേഖരിച്ച് ജമാഅത്തിൽ പങ്കെടുക്കാത്തവരുടെ ഭവനങ്ങൾ അവരോടൊപ്പം അഗ്നിക്കിരയാക്കി കളയാൻ ഞാൻ വിചാരിച്ചു പോയി. ബുഖാരി 2:107 108 മുസ്ലിം 651 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസിലൂടെ ജമാഅത്തിന്റെ ഗൗരവം വെളിവാക്കുകയാണ്. ഈ ഹദീസിൽ ഇങ്ങനെ വിചാരിക്കാനുള്ള കാരണം ഇവിടെ പറയുന്നത്, കപടവിശ്വാസികളായിരിക്കുന്ന ആളുകൾ ജമാഅത്തിൽ പങ്കെടുക്കാതിരുന്നിരുന്നു. അതുകൊണ്ടാണ് മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഈ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന കപടവിശ്വാസികളായിരിക്കുന്ന ആളുകളുടെ വീടുകൾ അഗ്നിക്കിരയാക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു പോയി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക, അത്രയും കാഠിന്യമാണ് ജമാഅത്ത് ബാങ്ക് വിളി കേട്ടിട്ട് ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഹദീസിലൂടെ വ്യക്തമാകുകയാണ്. അത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീടുകൾ അഗ്നിക്കിരയാക്കാൻ പോലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജമാഅത്തിന് എത്രത്തോളം പുണ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക, ജമാഅത്ത് കഴിയുന്നത്ര നിർവഹിക്കുക. സഹോദരങ്ങളെ, പള്ളിയുടെ അടുത്ത് നിന്നും ബാങ്ക് വിളി കേട്ടാൽ അവിടെ നിന്നും തിരിഞ്ഞു പോകുന്ന സഹോദരങ്ങൾ എത്രയോ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്കവരോട് പറയാനുള്ളത്, സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂൽ പോലും അവരുടെ വീടുകളൊക്കെ അഗ്നിക്കിരയാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പെടാതിരിക്കാൻ സഹോദരങ്ങളെ ഓരോരുത്തരും ചിന്തിക്കുക. സഹോദരങ്ങളെ ചിന്തിക്കുക. മസ്ജിദിന്റെ അടുത്ത് നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അഗ്നിക്കിരയാക്കാൻ പോലും വിചാരിച്ചിട്ടുള്ളവര് അവസ്ഥയാണ്. അതുകൊണ്ട് അത്തരമൊരവസ്ഥ എനിക്കുണ്ടാകരുത്. എൻ്റെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ ജമാഅത്തിന് പങ്കെടുക്കാൻ ഞാനിതാ പുറപ്പെടുന്നെന്ന് മനസ്സുകൊണ്ട് കരുതിക്കൊണ്ട് ജമാഅത്തിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കട്ടെ നിങ്ങളുടെ മറ്റു യാത്രകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹുവിന്റെ തിരുദൂതരുടെ ആ പുണ്യമാക്കപ്പെട്ട മാതൃക നമ്മൾ ഓരോരുത്തരും പിന്തുടരുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, യഥാർത്ഥ മുസ്ലിമായി നാളെ അള്ളാഹുവിനെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് വെച്ച് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. നിശ്ചയം നിങ്ങളുടെ പ്രവാചകൻ അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. ആ സന്മാർഗത്തിൽപ്പെട്ടതാണിതും. നിസ്കാരം ജമാഅത്തിൽ പങ്കെടുക്കാത്ത ചിലർ സ്വഭവനങ്ങളിൽ വെച്ച് നിസ്കരിക്കുന്ന പ്രകാരം നിങ്ങളും സ്വഭവനങ്ങളിൽ വെച്ച് നിസ്കരിക്കുന്ന പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഉപേക്ഷിച്ചവരാകും. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഉപേക്ഷിച്ചവൻ തീർച്ചയായും ദുർമാർഗി തന്നെയാണ്. കപടവിശ്വാസിയായി അറിയപ്പെട്ടവരല്ലാതെ ആരും ജമാഅത്തിൽ പങ്കെടുക്കാത്തവരായിട്ട് എനിക്കറിയില്ല. 2 പേരുടെ ചുമലിൽ തൂങ്ങി സഫിൽ കൊണ്ടുവന്ന് നിർത്തപ്പെടുന്നവർ വരെയുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. മറ്റൊരു നിവേദനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സന്മാർഗം പഠിപ്പിച്ചു തന്നു. ബാങ്ക് വിളിക്കപ്പെടുന്ന പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ ആ സന്മാർഗത്തിൽ പെട്ടതാണ്. മുസ്ലിം 1453 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, 3 പേർ താമസിക്കുന്ന ഗ്രാമത്തിൽ അല്ലെങ്കിൽ കുഗ്രാമത്തിൽ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നില്ലെങ്കിൽ പിശാച് അവരെ വലയം ചെയ്യാതിരിക്കില്ല. അതിനാൽ നിങ്ങൾ ജമാഅത്ത് നിലനിർത്തണം. ഒറ്റപ്പെട്ട ആടുകളെയാണല്ലോ ചെന്നായ പിടിച്ചു തിന്നുക. അബൂ ദാവൂദ് 547 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 192 സുബഹി ഇശാ ജമാഅത്തുകൾക്കുള്ള പ്രാരണ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശാ ജമാഅത്തായി നിസ്കരിക്കുന്നത് അർദ്ധരാത്രി വരെ സുന്നത്ത് നിസ്കരിച്ചതുപോലെയും സുബഹി ജമാഅത്തായി നിസ്കരിക്കുന്നത് രാത്രി മുഴുവൻ സുന്നത്ത് നമസ്കരിച്ചതുപോലെയുമാണ്. മുസ്ലിം 656, തിർമിദി 221 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബഹി ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ മഹത്വം ജനങ്ങൾ അറിയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവർ അതിൽ പങ്കുകൊള്ളുമായിരുന്നു. ബുഖാരി 2116 മുസ്ലിം 437 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശാ സുബഹി നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുന്നതിനേക്കാൾ കപടവിശ്വാസികൾക്ക് പ്രയാസകരമായി മറ്റൊരു നമസ്കാരവുമില്ല. ഈ നിസ്കാരത്തിന്റെ മഹത്വം ഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവർ ജമാഅത്തിന് വരുമായിരുന്നു. ബുഖാരി 2118 മുസ്ലിം 451 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. അധ്യായം 193 ഫർദ് നിസ്കാരങ്ങളെ ശ്രദ്ധിക്കുക. അപ്പോൾ അല്ലാഹു പറയുന്നു, ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ فإن تابوا وأقاموا الصلاة وآتوا الزكاة فخلوا سبيلهم. നിസ്കാരങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം പതിവായി നിർവഹിക്കണം. അൽ ബഖറ സൂറത്തിലെ 238 ആയത്ത്. ഇനി അവൻ സത്യനിഷേധത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയും നിസ്കാരം ശരിയാവിധം നിർവഹിക്കുകയും സകാത്ത് അവകാശികൾക്ക് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരെ വെറുതെ വിടണം. അത്തൗബ 5 ആയത്ത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, അതിശ്രേഷ്ഠമായ സൽക്കർമ്മം ഏതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, കൃത്യസമയത്ത് നിസ്കരിക്കലാണത്. പിന്നെ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. പിന്നെ എന്താണെന്ന് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മയുദ്ധം ചെയ്യലാണ്. ബുഖാരി 2 മുസ്ലിം 55 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹിന്റെ മാർഗത്തിൽ ധർമ്മയുദ്ധം ചെയ്യല്. 3-ാമതായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതെങ്കിൽ 1-ാമതായിട്ട് എണ്ണിയതെന്താ? കൃത്യസമയത്ത് നിസ്കരിക്കലാണ്. കൃത്യസമയത്ത് നിസ്കരിക്കുന്നതാണ് 1-ാമതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. 2-ാമതായിട്ട് എണ്ണിയത് തന്റെ മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കലാണ്, തന്റെ മാതാപിതാക്കളോട് ഗുണം ചെയ്യലാണ്. 3-ാമതായിട്ടാണ് മാത്രമാണ് കേട്ടോ യുദ്ധങ്ങളെപ്പോലുള്ള ധർമ്മയുദ്ധങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതെങ്കിൽ അതിശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങളിൽ 1-ാമത്തെ അതിശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങൾ നിർവഹിച്ചു പോരാൻ നമ്മൾ എത്ര പേര് ശ്രമിക്കാറുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഈ ഹദീസ് സഹോദരങ്ങളെ ചിന്തിക്കുക. ബുഖാരി 2 മുസ്ലിം 85 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രധാനമായി 5 സ്തംഭങ്ങളിലാണ് ഇസ്ലാം പടുത്തുയർത്തിയത്. 5 തൂണുകളിലായാണ് ഇസ്ലാം പടുത്തുയർത്തിയത്. 1 ആരാധനക്കാരൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും എന്ന് സാക്ഷ്യപ്പെടുത്തൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ച്. 1 ഷഹാദത്ത് കലിമ. എന്താണ് ഷഹാദത്ത് കലിമ? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ തിരുദൂതരാണെന്നും സാക്ഷ്യപ്പെടുത്തൽ. 2 നിസ്കാരം യഥാവിധി നിർവഹിക്കൽ. നിസ്കാരം യഥാവിധി നിർവഹിക്കൽ. 3 അവകാശികൾക്ക് സകാത്ത് കൊടുക്കൽ. 4 കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ.
5 റമദാനിൽ നോമ്പനുഷ്ഠിക്കൽ. ബുഖാരി 1:46 47 മുസ്ലിം 16 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹാദത്ത് കലിമ ചൊല്ലുകയും നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നത് വരെ സത്യനിഷേധികളായ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. ഇത് അവർ ചെയ്താൽ ഇസ്ലാമിക ബാധ്യത അല്ലാത്തതിൽ നിന്ന് അവരുടെ സമ്പത്തും രക്തവും സുരക്ഷിതമാണ്. അവരുടെ വിചാരണ അള്ളാഹുവിന്റെ അടുക്കലാണ്. ബുഖാരി 1:70 72 മുസ്ലിം 22 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മനുഷ്യനുമായിട്ടോ മറ്റോ ഉള്ള ബാധ്യതകൾക്ക് നിയമദൃഷ്ടായളവില്ല. ഇക്കാര്യത്തിൽ എതിർകക്ഷികൾക്ക് ഇളവ് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് സാരം. മുആദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ യമനിലേക്ക് യാത്രയച്ചപ്പോൾ പറഞ്ഞു, നിശ്ചയം താങ്കൾ വേദക്കാരായ ജനതയിലേക്കാണ് പോകുന്നത്. അവരെ ഷഹാദത്ത് കലിമയിലേക്ക് ക്ഷണിക്കുക. അവർ അതനുസരിച്ചാൽ ദിനരാത്രങ്ങളിലായി 5 നമസ്കാരങ്ങൾ അവർക്ക് ഫർളാക്കിയിട്ടുണ്ടെന്ന് അറിയിക്കുക. അതും അവർ അനുസരിച്ചാൽ അവരിലെ സമ്പന്നരിൽ നിന്ന് സകാത്ത് പിടിച്ചെടുത്ത് അവരിലെ സാധുക്കൾക്ക് എത്തിക്കേണ്ടതും ഫർളാണെന്ന് അറിയിക്കുക. അതിനും അവർ വഴങ്ങിയാൽ അവരുടെ അനർഘമായ സമ്പത്ത് പിടിച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മർദ്ദിതന്റെ ദുആ സൂക്ഷിക്കണം. ആ ദുആയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു തടസ്സവുമില്ല. ബുഖാരി 3:282 285 മുസ്ലിം 19 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസത്തിന്റെയും സത്യനിഷേധത്തിന്റെയും ഇടയിലുള്ള അന്തരം നിസ്കാരം ഉപേക്ഷിക്കലാണ്. മുസ്ലിം 82 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബുറൈദ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെയും അവരുടെയും ഇടയിലുള്ള ബന്ധം നിസ്കാരമാണ്. ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവർ നിഷേധിയത്രേ. തിരുമതി 2623. ആരാണ് ഇവിടെ അവരുടെ എന്ന് പറഞ്ഞത്? മുനാഫിക്കുകളായിരിക്കുന്ന കപടവിശ്വാസികളായിരിക്കുന്ന ആളുകളുടെയും മുസ്ലിങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും ഇടയിലുള്ള ബന്ധം നിസ്കാരമാണെന്നാണ്. ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവർ നിഷേധി അത്ര, അഥവാ നമസ്കാരം ഉപേക്ഷിക്കുന്നവന് മുനാഫിക്കായോ കപടി വിശ്വാസിയായോ മാറുന്നതാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. താബിഈകളിൽപ്പെട്ട ശഖീഖ് റളിയല്ലാഹു അൻഹു നിവേദനം, നിസ്കാരമല്ലാത്ത ഉപേക്ഷിച്ചാൽ കാഫിറാകുന്ന മറ്റൊരു കർമ്മമുള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികൾ കണ്ടിരുന്നില്ല. തിരുമതി 2624 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന നാളിൽ ആദ്യം വിചാരണ ചെയ്യുക നിസ്കാരത്തെക്കുറിച്ചാണ്. അത് നന്നായാൽ അവൻ വിജയിച്ചു, ലക്ഷ്യം നേടുകയും ചെയ്തു. അതിൽ കുഴപ്പമുണ്ടെങ്കിൽ അവൻ പരാജിതനും നഷ്ടം സംഭവിച്ചവനുമാണ്. ആരെങ്കിലും നിർവഹിച്ച ഫർളിൽ വല്ല ന്യൂനതയും ഉണ്ടെങ്കിൽ ആ അടിമ സുന്നത്തുകൾ വല്ലതും നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനും ഉണ്ടെങ്കിൽ അതിൽ നിന്നെടുത്ത് ഫർദിലെ ന്യൂനതകൾ പരിഹരിക്കാനും അള്ളാഹു മലക്കുകളോട് നിർദ്ദേശിക്കും. മറ്റു അമലുകളുടെ സ്ഥിതിയും ഇപ്രകാരം തന്നെയാണ്. സുന്നത്ത് കൊണ്ട് ഫർദിന്റെ ന്യൂനത പരിഹരിക്കും. തിർമിദി 413 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് തന്നെ ഫർദ് നമസ്കാരങ്ങളുടെ കൂടെ സുന്നത്ത് നമസ്കാരങ്ങളും നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നമുക്കുണ്ടാകും. തീർച്ചയായിട്ടും അല്ലാഹുവിൻ്റെ കാരുണ്യം, അതാണ് നമുക്ക് ആവശ്യം. അല്ലാഹുവിൻ്റെ ഔദാര്യം, അതാണ് നമുക്ക് വേണ്ടത്. അതിന് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക. നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കരസ്ഥമാക്കാൻ, പുണ്യപ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം കരസ്ഥമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ കാരുണ്യവും പ്രവാചകന്റെ ഇഷ്ടവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. മഹത്തായിരിക്കുന്ന നമസ്കാരങ്ങളൊക്കെ 5 വക്ത് നമസ്കാരങ്ങൾ കൃത്യമായി കൊണ്ട് നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മളറിയാതെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്.
തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ആ തഖ്വയോട് കൂടെ തന്നെ നമസ്കാരങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റു തെറ്റുകളോടൊക്കെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന നമ്മളറിയാത്ത തെറ്റുകളുണ്ടെങ്കിൽ പോലും അറിഞ്ഞു ചെയ്യുന്ന തെറ്റുകളുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള ഒരുതരം ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളറിയാതെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, നമസ്കാരങ്ങൾ കൃത്യതയോടെ നിർവഹിക്കാൻ ശ്രമിക്കുകയല്ല, അത് കൃത്യതയോടെ നിർവഹിക്കാൻ തന്നെ ഒരുങ്ങുക തന്നെ ചെയ്യുക, കൃത്യതയോടെ നിർവഹിക്കുക തന്നെ ചെയ്യുക. അതിന് ശ്രമിച്ചാൽ പോരാ, അത് എൻ്റെ ബാധ്യതയാണ്, അത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം പോലെ തന്നെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരല്ലേ നമ്മൾ, വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നവരല്ലേ. അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ സമയമായാൽ അത് കൃത്യതയോടുകൂടെ നമസ്കരിക്കുക. ജോലിയിൽ വ്യാപൃതരാണെങ്കിലും ജോലിയില്ലാത്ത സമയങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ ഇരിക്കുന്നവരല്ലേ, അതല്ലെങ്കിൽ റൂമിലുള്ളവരല്ലേ, പ്രവാസികളായ സമൂഹത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരൊക്കെ സുബഹി സമയത്തും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലുമൊക്കെ തങ്ങളുടെ റൂമുകളിൽ ഇരുന്നുകൊണ്ട് അനാവശ്യമായ സംസാരങ്ങളിലും TV ചാനലുകളുമായിട്ടും സമയം ചെലവഴിക്കുന്നവരാണ്. സഹോദരങ്ങളെ ചിന്തിക്കുക, ആ നമസ്കാരത്തിന്റെ സമയങ്ങളിൽ പള്ളികളിൽ പോയിട്ട് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരുടെ ഇഷ്ടം കരസ്ഥമാക്കാൻ ശ്രമിക്കുക. സഹോദരങ്ങളെ, യാതൊരു കാരണവശാലും അത്തരം സമയങ്ങളിൽ അനാവശ്യമായ സംസാരങ്ങൾ കൊണ്ട് റൂമിലിരിക്കാതെ പള്ളിയിൽ പോയിക്കൊണ്ട് നമസ്കരിക്കുമ്പോൾ ആ ജമാഅത്തിന്റെ പുണ്യം നമുക്ക് ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫർദ് നമസ്കാരങ്ങളോടൊപ്പം തന്നെ സുന്നത്ത് നമസ്കാരങ്ങളും ആദത്താക്കുക. അങ്ങനെ ആദത്താക്കിക്കൊണ്ട് നമ്മൾ നിർവഹിച്ച ഏതെങ്കിലും ഫർദ് നമസ്കാരങ്ങളിൽ വല്ല ന്യൂനതകളും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സുന്നത്തുകളിലൂടെ പരിഹരിക്കുമെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, ഫർദ് നമസ്കാരങ്ങളോടുകൂടെ സുന്നത്ത് നമസ്കാരങ്ങളും നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ധന്യമാക്കുക. ഈ നശ്വരമായിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ഈ നശ്വരമായിരിക്കുന്ന ജീവിതത്തിൽ സമയം അനാവശ്യമായി ചെലവഴിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അവിടുത്തെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. നാളെ സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് പറയുന്ന ബാബുകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും തന്നെ ഇതേ ആഗ്രഹത്തോടും അഭിലാഷത്തോടും കൂടെ നമ്മുടെ ഈ മുഴുവൻ ക്ലാസ്സുകളിലും നിങ്ങൾ പങ്കെടുക്കുകയും മുഴുവൻ ക്ലാസ്സുകളും അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ഈ വിജ്ഞാന സാഗരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടു കൂടെ ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.